എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ITIയിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ITI admissions.kerala.gov.in/splash.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു വെബ്സൈറ്റിൽ. അതിനുശേഷം നിങ്ങൾക്കിവിടെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ടു നോ യുവർ റാങ്ക് ക്ലിക്ക് ഹിയർ ആൻഡ് സെലക്ട് ITI എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ ഗവൺമെൻറ് ITIs ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വിവിധ ITIകളുടെ ആ ഒരു കോളേജിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ അതായത് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെ ലിസ്റ്റും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. അത് നിങ്ങൾ ഏതൊക്കെ ഈ ഒരു ITIകളിലേക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ITIയുടെ കറക്റ്റായിട്ട് ഓരോ ITIയുടെയും കാര്യം അതായത് കറക്റ്റായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഒരു പേര് അതായത് ITIൻ്റെ പേരിൻ്റെ ആ സ്ഥാനത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പേരിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ITIയുടെ ആ ഒരു ഫോട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സ്, അതുപോലെ ഇമെയിൽ ID, അവർക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ്, അതുപോലെ മൊബൈൽ നമ്പർ എന്നിവ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ITIയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കാത്തത്. ഇനി നമുക്ക് മറ്റൊരു ITIയുടെ ആ ഒരു ലിസ്റ്റ് നോക്കാം. ജസ്റ്റ് നമുക്ക് ബേബി ജോൺ മെമ്മോറിയൽ അത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പോളിടെക്നിക്കൽ ITIയുടേത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കോളേജിൻ്റെ ആ ഒരു ITIയുടെ ആ ഒരു പേരിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അവിടുത്തെ ആ ഒരു അതായത് മെട്രിക് റാങ്ക് ലിസ്റ്റും അതുപോലെ നോൺ മെട്രിക് റാങ്ക് ലിസ്റ്റ് എന്നിങ്ങനെ രണ്ട് റാങ്ക് ലിസ്റ്റ് കാണാം. രണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾക്ക് PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് മെയിൽ ഓർ ഫീമെയിൽ, അതാണ് ഈ ഒരു M ആണെങ്കിൽ മെയിൽ, F ആണെങ്കിൽ അതായത് ഫീമെയിലാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമം M ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് മെട്രിക്സിൻ്റെ ഇൻഡെക്സ് ആണ് അത്, അതുകൊണ്ടാണ് M ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റാങ്ക് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് നോൺ മെട്രിക്സിൻ്റേതാണ്. അപ്പോൾ ജസ്റ്റ് നോൺ മെട്രിക്സിൻ്റേത് കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവ രണ്ടും രണ്ട് റാങ്ക് ലിസ്റ്റുകളാണ്. അതായത് നിങ്ങൾ നോൺ മെട്രിക് കോഴ്സിലും അതുപോലെ മെട്രിക് കോഴ്സുകളിലേക്കും അപേക്ഷ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു രണ്ട് ലിസ്റ്റുകളും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നുള്ളതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്, അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് NM ഇൻഡെക്സ് എന്നാണ്. അതായത് നോൺ മെട്രിക്സ് ഇൻഡെക്സ് എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് NM ഇൻഡെക്സ് എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്രയാണത്, എത്രാമതാണ് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 1864 വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം അത് റാങ്ക് വന്ന ശേഷം അതത് പോളിടെക്നിക്കൽ ITIകൾ അതത് ആ ഒരു കോഴ്സുകൾക്കായിട്ട് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതുവഴി നിങ്ങൾക്ക് അതത് ITIകളിലേക്ക് അഡ്മിഷൻ നേടുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലേക്കും നിങ്ങൾ കോളേജിലെ ITIകളിലേക്കും നിങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് ഓരോ ITIകളുടെ ആ ഒരു ലിസ്റ്റും അതായത് ഈ ഒരു ഹോം പേജിൽ ഇവിടെയുള്ള ആ ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജസിൻ്റെ ആ ഒരു പേരിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ മാറുന്നത് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത പേജിൽ പോയിട്ട് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് പരിശോധിച്ച് നിങ്ങളുടെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ITIകൾ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം വിദ്യാർത്ഥികളെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ രക്ഷിതാവിൻ്റെയും നിങ്ങളുടെയും നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത അനുസരിച്ച് നിങ്ങളെ ആ ഒരു ITIകളിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നതാണ്. അതായത് ഇന്ന് ഈ ഒരു ട്രേഡിന് നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് അതായത് അഡ്മിഷൻ
കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ആണെങ്കിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ITIകളുടെ അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു കോളോ മെസ്സേജോ വരിക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെ കോൾ വഴിയായിരിക്കും, അത് നിങ്ങളെ വിളിക്കുകയായിരിക്കും ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ഇമെയിലിലോ മറ്റോ മെയിൽ അയക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇമെയിലും അതുപോലെ SMS അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കോൾ വഴി ലഭിക്കുന്നതും ഫോൺ കോൾ വഴി നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചില ഈ ഒരു ITIകളുടെ ലിസ്റ്റ് ഇന്ന് വന്നിട്ടില്ല, അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.